എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HSA മലയാളം കഴിഞ്ഞു, സെറ്റ് പരീക്ഷയും കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് നെറ്റ് പരീക്ഷയാണ്. ഡിസംബറിലെ 2025 ഡിസംബറിലെ നെറ്റ് പരീക്ഷയെ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട PYQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെറ്റിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന ഉറപ്പ് നമുക്കുണ്ട്. അപ്പോ അധികം സമയം കളയാണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എസ് രമേശൻ നായർ രചിച്ച കവിത ഏത്? ചോദ്യം, എസ് രമേശൻ നായർ രചിച്ച കവിത. ഇത് നെറ്റിന്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 ജന്മപുരാണം, 2 കുടുംബപുരാണം, 3 നിഴലാന, 4 നിമിഷക്ഷേത്രം. ഇത് പരീക്ഷയ്ക്ക് വളരെ ഡയറക്റ്റായി വന്ന ഒരു ചോദ്യമാണ്. ഉത്തരം അറിയാമെങ്കിൽ നമുക്ക് ഒരു ഫാക്ട് അറിയുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ജന്മപുരാണം, കുടുംബപുരാണം, നിഴലാന, നിമിഷക്ഷേത്രം. ഇതില് എസ് രമേശൻ നായർ രചിച്ച കവിത ജന്മപുരാണാണ്. ചിലപ്പോൾ ആ കവിതയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അത് എഴുതിയത് എസ് രമേശൻ നായർ ആണ് എന്ന് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി 3 ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം. 3 ഓപ്ഷൻസ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികൾ എഴുതിയ അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളാണ്. അത് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേതായിട്ട് കുടുംബപുരാണം. കുടുംബപുരാണം എന്ന കവിത എഴുതിയത് K അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള്. അതിലേറ്റവും പ്രധാനമാണ് കുടുംബപുരാണം. അടുത്തതാണ് നിഴലാന. നിഴലാന ഈ കവിതയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിഴലാന എന്ന അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയാറുണ്ട്. ആ കവിയുടെ പേരെന്താണ്? ഒളപ്പമണ്ണയുടെ കവിതയാണ് നിഴലാന. അടുത്തത് നിമിഷക്ഷേത്രം. നിമിഷക്ഷേത്രവും നമുക്ക് പരിചിതമായ ഒരു കവിതയാണ്. അത് എഴുതിയത് നമ്മുടെ അക്കിത്തമാണ്. അപ്പോൾ ഈ ചോദ്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആശാനെ കുറിച്ചും വള്ളത്തോളിനെ കുറിച്ചും ഉള്ളൂരിനെ കുറിച്ചും ചെങ്ങമ്പുഴ, P കുഞ്ഞിരാമൻ നായർ ഇവരെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കാറുള്ളത്. ഇവരുടെ കൂടെ തന്നെ മലയാളത്തിലെ കവികളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന 2-3 കവികളാണ് നമ്മൾ ഈ പറഞ്ഞ അക്കിത്തമായാലും ഒളപ്പമണ്ണയായാലും അയ്യപ്പ പണിക്കരായാലും. ഈ പ്രധാനപ്പെട്ട കവികളെ കൂടി നിങ്ങൾ നെറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒളപ്പമണ്ണ, അക്കിത്തം, പിന്നെ ആരാണ്? അയ്യപ്പ പണിക്കര്, അതുകൂടാതെ ഇടപ്പള്ളി, ചെങ്ങമ്പുഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കവികളുടെ പ്രധാനപ്പെട്ട കവിതകളുടെ പേര് പഠിച്ചാൽ തന്നെ ജന്മപുരാണം ഇവരുടെ കൃതിയല്ല എന്നും അത് എസ് രമേശൻ നായരുടേതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. നമ്മൾ പറയാറുണ്ട് പ്രീവിയസ് നോക്കി പഠിക്കണമെന്ന്. പ്രീവിയസ് നോക്കി പഠിച്ചാൽ പ്രീവിയസ് അതേപടി ആവർത്തിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം, അപ്പോൾ ഏതൊക്കെ ചോദ്യം വരുമ്പം എങ്ങനെയൊക്കെ നമുക്ക് ഡിലീഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ചേരുംപടി ചേർക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പട്ടിക 1 ഉംബർട്ടോ ഇക്കോ, ഫെർഡിനൻഡ് ഡി സോസ്യൂർ, റോളാങ് ബാർത്ത്, മിഷേൽ റിഫാത്തെ. പട്ടിക B-യിൽ എലമെന്റ്സ് ഓഫ് സെമിയോളജി, എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്, എ തിയറി ഓഫ് സിമിയോട്ടിക്സ് ആൻഡ് സിമിയോട്ടിക്സ് ഓഫ് പോയട്രി. അപ്പോൾ ഈ കൃതികൾ ആരാണ് എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഉംബർട്ടോ ഇക്കോന്റെ കൃതിയാണ് C, എ തിയറി ഓഫ് സെമിയോട്ടിക്സ്. ഉംബർട്ടോ ഇക്കോ, എ തിയറി ഓഫ് സെമിയോട്ടിക്സ്. B, ഫെർഡിനൻഡ് ഡി സോസ്യൂറിന്റെ കൃതിയാണ് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. അത് നമുക്ക് പരീക്ഷയിൽ എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് ഉള്ളത്. എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നായാലും ഫെർഡിനൻഡ് ഡി സോസ്യൂർ ആണ് ഉത്തരം. അടുത്തത് റോളാങ് ബാർത്തിന്റെ കൃതിയാണ് എലമെന്റ്സ് ഓഫ് സിമിയോളജി. എലമെന്റ്സ് ഓഫ് സിമിയോളജി റോളാങ് ബാർത്തിന്റെ കൃതിയാണ്. ഇനി മിഷേൽ റിഫാത്തേന്റെ പുസ്തകമാണ് സെമിയോട്ടിക്സ് ഓഫ് പോയട്രി. അപ്പോൾ നോക്കുക, ഉംബർട്ടോ ഇക്കോ, എ തിയറി ഓഫ് സെമിയോട്ടിക്സ്, ഫെർഡിനൻഡ് ഡി സോസ്യൂർ, എ കോഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്,
റോളാങ് ബാർത്ത് എലമെന്റ്സ് ഓഫ് സിമിയോളജി ആൻഡ് മിഷേൽ റിഫാത്തെ സെമിയോട്ടിക്സ് ഓഫ് പോയട്രി. ഇനി അടുത്ത ചോദ്യം, പരദേശികളുടെ കഥ, കൊല്ലന്റെ കഥ, 5 സഹോദരന്മാരുടെ കഥ എന്നീ 3 കഥകൾ ആഖ്യാനത്തിൽ സ്ഥാനം പിടിച്ച നോവൽ ഏത്? പരദേശികളുടെ കഥ, കൊല്ലന്റെ കഥ, 5 സഹോദരങ്ങളുടെ കഥ എന്നീ 3 കഥകൾ ആഖ്യാനത്തിൽ സ്ഥാനം പിടിച്ച നോവൽ ഏത്? പാണ്ഡവപുരം, തട്ടകം, അരനാഴിക നേരം, തലമുറകൾ. ഉത്തരം എ പാണ്ഡവപുരമാണ്. എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. സേതുവിന്റെ പാണ്ഡവപുരമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കൂത്തമ്പലങ്ങളിൽ ആരുടെ ഗ്രന്ഥം? ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒരു പഠന ഗ്രന്ഥമാണ് കൂത്തമ്പലങ്ങളിൽ ആരുടെ ഗ്രന്ഥം. ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒരു പഠന ഗ്രന്ഥമാണിത്. ഓപ്ഷൻ എ KP നാരായണ പിഷാരടി, ബി രാഘവൻ പയ്യനാട്, സി ചുമ്മാർ ചൂണ്ടൽ ആൻഡ് ഓപ്ഷൻ ഡി MV വിഷ്ണു നമ്പൂതിരി. ഇവരിൽ പലരും ഫോക്ലോറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചവരാണ്. അതിൽ കൂത്തമ്പലങ്ങളിൽ എന്ന ഗ്രന്ഥം KP നാരായണ പിഷാരടിയുടേതാണ് എന്ന് ഓർക്കുക. ഇനി മറ്റ് പേരുകൾ നോക്കാം. ഫോക്ലോർ എന്ന പ്രധാനപ്പെട്ട പഠനഗ്രന്ഥം എഴുതിയത് രാഘവൻ പയ്യനാടാണ്. നാടോടി വിജ്ഞാനീയം എന്ന പുസ്തകം MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. ഇവയെ കുറിച്ചുള്ള ചോദ്യങ്ങളും മുൻപ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കവിയുടെ കലാതന്ത്രം ആരുടെ ഗ്രന്ഥം? കവിയുടെ കലാതന്ത്രം ആരുടെ ഗ്രന്ഥം? ഓപ്ഷൻ എ SK നായർ, ഓപ്ഷൻ ബി ദേശമംഗലം രാമകൃഷ്ണൻ, ഓപ്ഷൻ സി AD ഹരിശർമ്മ ആൻഡ് ഓപ്ഷൻ ഡി SK വസന്തൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദേശമംഗലം രാമകൃഷ്ണൻ. കവിയുടെ കലാതന്ത്രം ആരുടെ ഗ്രന്ഥം? ഓപ്ഷൻ ബി ദേശമംഗലം രാമകൃഷ്ണനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആസിഡ് എന്ന നോവൽ എഴുതിയത് ആര്? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്തിടെ കുറെ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ആസിഡ് എന്ന നോവൽ എഴുതിയത് ആര്? KR മീര, KP സുധീര, സംഗീത ശ്രീനിവാസൻ, CS ചന്ദ്രിക. ഇവയാണ് ഓപ്ഷൻസ് ആയി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം സംഗീത ശ്രീനിവാസനാണ്. ആസിഡ് എന്ന നോവൽ എഴുതിയത് സംഗീത ശ്രീനിവാസൻ. സംഗീത ശ്രീനിവാസന്റെ മറ്റു ചില നോവലുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അപരകാന്തി സംഗീത ശ്രീനിവാസന്റെ മറ്റൊരു നോവലാണ്. അടുത്തത് KR മീര, നമുക്ക് വളരെ പരിചയമുള്ള ഒരു എഴുത്തുകാരിയാണ്. അവരുടെ പ്രധാന നോവലുകൾ നമുക്കറിയാം. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, മീര സാധു, ആ മരത്തെയും മറന്നു മറന്നു ഞാൻ. അത് KR മീരയുടെ നോവലുകളാണ്. അടുത്തത് KP സുധീര. KP സുധീര നിങ്ങൾക്ക് പരിചയമുള്ള പേരായിരിക്കും. ഗംഗ എന്ന നോവൽ എഴുതിയത് KP സുധീരയാണ്. അടുത്തത് CS ചന്ദ്രിക. CS ചന്ദ്രിക. പിറ എന്ന നോവലാണ് CS ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൂടുതലായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആസിഡ് എഴുതിയത് സംഗീത ശ്രീനിവാസൻ എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കാവ്യാദർശം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാര്? കാവ്യാദർശം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ എ ദണ്ഡി, ബി മമ്മടൻ, സി വിശ്വനാഥൻ ആൻഡ് ഡി വാമനൻ. ദണ്ഡി, മമ്മടൻ, വിശ്വനാഥൻ, വാമനൻ. ഇതിന്റെ ശരിയായ ഉത്തരം ദണ്ഡിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് നമ്മൾ നെറ്റ് കോച്ചിങ്ങിന്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ ഭാഗമാവാനും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നെറ്റ് പരീക്ഷ ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബർ ആവാറായി. അപ്പോൾ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. നമ്മൾ ക്ലാസുകൾ മുന്നേ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് പെട്ടെന്ന് പഠിച്ചു തീരാൻ വേണ്ടി റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ അത് പഠിച്ചു തീർക്കാനുള്ള സ്റ്റഡി പ്ലാനും നമ്മൾ നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇനി ഈ ഡിസംബറിലെ നെറ്റ് വളരെ പ്രധാനമാണ് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യം, ഉത്തര കേരളത്തിലെ പൊറാട്ട് നാടകത്തോട് വളരെയധികം സാദൃശ്യം പുലർത്തുന്ന കലാരൂപം ഏത്? ഉത്തര കേരളത്തിലെ പൊറാട്ട് നാടകത്തോട് വളരെയധികം സാദൃശ്യം പുലർത്തുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ എ സംഘക്കളി, ബി പാവക്കൂത്ത്, സി കാക്കാരിശി നാടകം, ഡി സീതക്കളി.
ശരിയായ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാക്കാരിശി നാടകമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ തനതു നാടകം എന്ന നിലയിൽ പ്രചാരം നേടിയ കലാരൂപം ഏത്? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ തനതു നാടകം എന്ന നിലയിൽ പ്രചാരം നേടിയ കലാരൂപം ഏത്? ഓപ്ഷൻ എ ശാസ്ത്രക്കളി, ബി ഐവർ നാടകം, സി ചവിട്ട് നാടകം, ഡി കണ്യാർകളി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചവിട്ട് നാടകമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ തനത് നാടകം എന്ന നിലയിൽ പ്രചാരം നേടിയ നാടകം ചവിട്ട് നാടകമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ മേഖലകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഓരോ മേഖലയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് പകരം ആ ഫോക്കസ് പോയിന്റ്സ്, ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. നിങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട്, നമ്മുടെ ടീമുണ്ട്. അപ്പോൾ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.